എന്റെ പ്ലാച്ചിക്ക് എന്റെ പ്ലാച്ചിക്ക് നങ്ങി ഞാൻ വാങ്ങിച്ചിട്ടില്ല അതെത്താ. പക്ഷെ കുഴപ്പമില്ല, ഞാൻ എന്ത് സഹിച്ചു ഞാൻ എനിക്കറിയില്ല ഈ പെണ്ണ് പിള്ളമാര് എന്തൊക്കെയാ പറയുന്നെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് സൗന്ദര്യം കൂടിപ്പോയത് എന്റെ തെറ്റാ ലാലേറ്റാ. എന്റെ കൊച്ചു ബാബുസ്വാമി ഫേക്കാണ്. ഫേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള ഫേക്കാണ്. ഞാൻ ഉരുകുവായിരുന്നു. അക്ബർ എന്നെ പറഞ്ഞപ്പോ ഞാൻ ഉരുകുവാ ലാലേട്ട. ഞാൻ അത്രയ്ക്ക് മോശപ്പെട്ട സ്ത്രീയാണോ ലാലേട്ട? ഉരുകുവാടാ. ബിഗ് ബോസ് ഷോ വഴി ഒരു ആത്മമിത്രത്തെ ജീവിതത്തിൽ കിട്ടി. കിട്ടി. യെസ് ഞാൻ പറഞ്ഞത് ഞാനൊരു മഹാകള്ളനാണെന്നുള്ള കാര്യം താനെന്തിനാ? ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാലോ. ഞാൻ എന്റെ സ്വന്തം ചേച്ചിനെ പോലല്ലേ കണ്ടത്. സത്യം പറഞ്ഞാൽ എന്റെ പൂച്ചകളെക്കാട്ടി എനിക്ക് ഇഷ്ടമാണ് ബിന്നിനെ, അതറിയും. ആ വിരലുകൾ വെച്ചിട്ട് കുത്തണമല്ലോ. അത് ജനങ്ങളാണോ കുത്തിയത്? അപ്പൊ പിന്നെ ഉറപ്പായിട്ടും ജനങ്ങളാണോ വിജയിപ്പിച്ചത്? അപ്പം യെസ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. മൈ സ്റ്റാർ മേക്കേഴ്സിന്റെ യെസ് ഓർ നോ സെഗ്മെന്റിൽ ഇപ്പതാ എന്നോടൊപ്പം നെവിൻ ഉണ്ട്. നെവിൻ ഭയങ്കര ഫോർമൽ ആയിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് എനിക്കത് ഇഷ്ടമല്ല, ഞാൻ അത് കാണാനല്ല നെവിൻ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വന്നേ. അതന്നെ ഈ ഒരു അഴിഞ്ഞാട്ടം ഇത് കാണാനാണ് ഇഷ്ടം. നല്ല ക്വസ്റ്റ്യൻസ് ചോദിക്കണേ. യെസ് ഓർ നോ ആണെങ്കിലും യെസ് ഓർ നോ ആണ്. അപ്പൊ കാർഡുണ്ട്, ഇത് പിടിച്ചോളൂ. ആൻസർ പറയാൻ വേണ്ടിട്ട് കൊതിയാണ്. യെസ് നോന്നും പറഞ്ഞിട്ട് അത് മാത്രം പറഞ്ഞിട്ട് നിക്കരുത്. ഇത് 2 മാർക്കിന്റെ ചോദ്യാ. അപ്പൊ ഉത്തരം കുറച്ചും കൂടെ അങ്ങ് ഇതാക്കി തരണം. ചേച്ചി പറഞ്ഞോണ്ട് മാത്രം ഞാൻ അഴിഞ്ഞാടുന്നത്. പിന്നെ അവസാനം നേരിലാക്കല്ലേ. എന്താ കൊറേ നാൾ അവിടെയും ചുറ്റിക്കറങ്ങി കുറച്ച് ഫാൻസും ഫോളോവേഴ്സും ഒക്കെ കൂടുതലാക്കിക്കൊണ്ടുവരും. അപ്പൊ കേറ്റിക്കോളൂ കേട്ടോ. എത്രയാന്ന് വെച്ചാൽ കേറ്റിക്കോളൂ, എനിക്ക് ഒരു പ്രശ്നമില്ല. എന്നാ പിടിച്ചോ. ബിഗ് ബോസ് ഹൗസിൽ പലരോടും നുണ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുള്ളൂ. അല്ല, ഞാൻ സത്യം എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോ പറയും. കാരണം ഞാൻ നുണയെ പറഞ്ഞിട്ടുള്ളൂ. അത് പക്ഷെ നുണ ഞാൻ പറയും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ലാലേട്ടൻ്റെ അടുത്ത് മാത്രമേ ഞാൻ നുണ പറഞ്ഞിട്ടില്ല. ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ട്. ആണോ? അപ്പൊ പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ പൊക്കിയിട്ടുണ്ടാവും അത്. പക്ഷെ 99% എനിക്കറിയാലോ ലാലേട്ടൻ്റെ അടുത്ത് വിളച്ചിൽ നടക്കത്തില്ല. അപ്പൊ പിന്നെ ഞാൻ അതങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് മടക്കും. അതായത് വീക്കെൻഡ് എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് ലാലേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ വീരശൂര പരാക്രമികളായിട്ടുള്ള എല്ലാവരും ഇങ്ങനെ പഞ്ചഭുജം മടക്കി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് എക്സ്പെഷ്യലി അക്ബർ നിൽക്കുന്നതാണ്. ലാലേട്ട ഇതിങ്ങനെയാണ്. ലാലേട്ടന്റെ ശരീരം കഴുത്ത് ഇങ്ങോട്ടേക്ക് ഒടിഞ്ഞത് പോലെയാണ്. ശ്രദ്ധിച്ചാ മതി. അപ്പം ലൈക്ക് അല്ലാത്തപ്പോഴത്തേക്കും എടാ നീണ്ട വലിച്ചങ്ങോട്ട് കീറും ആ രീതിയിൽ നിൽക്കുന്ന അക്ബർ ലാലേട്ടന്റെ തരുമ്പോഴത്തേക്കും സൈഡ് ചരിയും. പക്ഷെ ഞാൻ ലാലേട്ടന്റെ എപ്പിസോഡിൽ വരുമ്പോഴത്തേക്കും ലാലേട്ടാ ഇതിങ്ങനെയാണ് സംഭവിച്ചത് ലാലേട്ട. എനിക്ക് ലാലേട്ടൻ്റെ അടുത്ത് ഒരു പ്രത്യേകത ഒരു ഇഷ്ടമുണ്ട്. അപ്പൊ ആ ഒരു ഇഷ്ടം ഞാൻ പ്രകടിപ്പിക്കും. പിന്നെ ഞാൻ തെറ്റൊന്നും ഞാൻ അതായത് പേടിക്കേണ്ട സാഹചര്യങ്ങൾ വന്നപ്പോ മാത്രമേ ഉള്ളൂ ഞാനൊന്ന് അടങ്ങി നിന്നത്. അല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ എന്തിനാ ലാലേട്ടനെ കാണുമ്പോ പേടിക്കേണ്ട ആവശ്യം? ലാലേട്ടനും ഒരു മനുഷ്യനല്ലേ, ലാലേട്ടനും ഒരു മനുഷ്യജീവിയല്ലേ, അദ്ദേഹത്തിനും ഇല്ലേ വികാരങ്ങൾ? അപ്പൊ ചിലർ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ, ലാലേട്ടനൊക്കെ ഇതിന് മുമ്പത്തെ എപ്പിസോഡിലൊക്കെ ഓരോന്നും കാണുമ്പോ ലാലേട്ടൻ വരുന്ന സമയത്ത് എല്ലാവരും വളരെ ഇങ്ങനെ റെസ്പെക്റ്റോട് കൂടി എല്ലാവരും ഇങ്ങനെ ഇരിക്കും. പക്ഷെ നെവിൻ എന്താണ്, ലാലേട്ടൻ അവിടെ ഇരിക്കുമ്പോഴും നെവിൻ പോയിട്ട് ഒരു ആപ്പിൾ എടുത്തോണ്ട് വരുമോ എന്തെങ്കിലും, ലാലേട്ടൻ ലെവിൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിക്കും. ഭയങ്കര ആ ഒരു റെസ്പെക്ട് കൊടുക്കുന്നില്ല. അങ്ങനെയൊക്കെ നെവിൻ ചെയ്യുന്നു എന്നൊക്കെ. ലാലേട്ടന് ഞാൻ റെസ്പെക്ട് ഞാൻ കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ലാലേട്ടൻ്റെ അടുത്ത് ഞാനൊരു ഫ്രീഡം എടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു സ്നേഹത്തിന്റെ ഫ്രീഡം. ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അല്ലെങ്കിൽ ലാലേട്ടൻ എന്നെ എപ്പോഴേ വലിച്ചു കീറിയാനെ. ആ ഒരു നമുക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്തല്ലേ നമുക്ക് സ്വാതന്ത്ര്യം എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം രമ്യ ചേച്ചിക്ക് ഇപ്പൊ എന്റെ അടുത്ത് സംസാരിക്കുന്നത്, രമ്യ ചേച്ചിക്ക് എന്റെ അടുത്തൊരു പ്രത്യേകത ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ. ഇനി തങ്ങാനും മാറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെ ഞാൻ
ലൈവ് പോകും ഞാൻ. ഓക്കെ, അപ്പൊ ഇപ്പൊ അക്ബർ നിക്കുന്നൊക്കെ കാണിച്ചു തന്നല്ലോ, അതേപോലെ വേറെ രണ്ടുപേരും കൂടെ നിക്കുന്നത് കാണിച്ചു തന്നെ. ലാലേട്ടനെ കാണുമ്പോ അവരുടെ ശരിക്കുള്ള രൂപവും ലാലേട്ടനെ കാണുമ്പോഴത്തേക്ക് അവര് നിൽക്കുന്ന ഒരു രീതി അതാണ് കാണിക്കേണ്ടത്. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇങ്ങനെയുള്ള ഇൻട്രസ്റ്റിംഗ് സാധനങ്ങൾ. കാണിക്കേ, കോഫി പിടിക്കണോ? അതാരാ പറഞ്ഞത്? അതാരാ ക്വസ്റ്റ്യൻ കൊടുത്തത്? വെരി ഗുഡ്, ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്നാ കാണിച്ചോ. അല്ലാതെ ക്ലീശ എന്റെ അടുത്തേക്ക് എടുത്ത് വരണ്ട, ഞാൻ ഡിപ്ലോമാറ്റിക് ആവും. ഇപ്പം അനിമോളാണെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഊരി അറിയാം. ഡയലോഗ് പറയാം, നിന്നെ ഞാൻ ഊരി അറിയും. ഞാനെന്താ മീനാണോ എന്നെ ഊരി അറിയാൻ വേണ്ടിട്ട്? നീ പോടാ. അത് ലാലേട്ടൻ വരുമ്പോഴത്തേക്കും അനിമോള് ലാലേട്ടന്റെ പ്ലാച്ചി പോയി. കറക്റ്റ് അല്ലേ? എന്റെ പ്ലാച്ചിക്ക് നങ്ങി ഞാൻ വാങ്ങിച്ചിട്ടില്ല അല്ലേട്ടാ. പക്ഷെ കുഴപ്പമില്ല, ഞാൻ എന്ത് സഹിച്ചു ഞാൻ ഇവിടെ നിൽക്കും. ലാലേട്ടാ ഇനി അടുത്ത ഷാനവാസിന്റെ മാനറിസം എനിക്ക് അറിയില്ല, കിട്ടില്ല. എനിക്ക് അക്ബറിന്റെ കാണിച്ചു, അനിമോളുടെ കാണിച്ചു. ജിസയില് എന്താ പറയാ, നമ്മളിപ്പം ഒരു കോഫി അല്ലെങ്കിൽ ആലു പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ, നെവിൻ യു വാണ്ട് ആലു പൊറോട്ട? യാ, ഐ വിൽ മേക്ക് ഫോർ യു. ലവ് യു, മ്യാവ് മ്യാവ് മ്യാവ്. ഓക്കേ. ലാലേട്ടൻ വരുന്ന എപ്പിസോഡില് ജിസയില്, ലാലേട്ട എന്റെ ചങ്ക് പൊട്ടിപ്പോയി, എന്നെ അവൻ അങ്ങോട്ടേക്ക് പറഞ്ഞപ്പോ എന്റെ ചങ്ക് പൊട്ടിപ്പോയി. എനിക്കറിയില്ല ഈ പെണ്ണ് പിള്ളമാര് എന്തൊക്കെയാ പറയുന്നെന്ന് എനിക്കറിയില്ല. എനിക്ക് കുറച്ച് സൗന്ദര്യം കൂടിപ്പോയത് എന്റെ തെറ്റാ ലാലേട്ട, എന്റെ കൊച്ചു മുത്തള്ളി ബാബുസ്വാമി. അനീഷേട്ടൻ ഓക്കെ. അനീഷേട്ടൻ ഞാനിപ്പോ ഇവിടെ അടുത്തിരിക്കാന്ന് വിചാരിക്കാം, ഞാൻ അന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പൊ അനീഷേട്ടൻ വന്നിട്ട്, നെവിൻ ഭക്ഷണം എന്തെങ്കിലും കഴിക്കണ്ടേ? കഴിക്കൂ. ആഹാരത്തിനോട് ഒരുപാട് നമ്മൾ അകൽച്ച പാടില്ല. കാരണം ഇത് നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയാക്കാം. ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയി, കുഴപ്പമൊന്നുമില്ല. ലാലേട്ടൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നെവിൻ എന്ന് പറയുന്ന വ്യക്തി ഭക്ഷണത്തിനോട് വിരസത കാണിച്ചു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഫേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിഗംഭീരമായിട്ടുള്ള ഫേക്കാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞു നെവിന്റെ അടുത്ത് ഭക്ഷണം കഴിക്കാൻ, പക്ഷെ കേട്ടിട്ടില്ല യാതൊരു സാധനം. ഓക്കെ. ആര്യൻ എനിക്ക് കാണിക്കാനായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ കാണിച്ചിട്ടില്ല. എന്നാ മസ്താനി അല്ലെങ്കിൽ ലക്ഷ്മി? ലക്ഷ്മി അല്ല, ഞാൻ പറയാം അല്ല മസ്താനി അല്ല ആദില നൂറ ഇല്ല. അതെനിക്ക് കാണിക്കാൻ പറ്റാവുന്നിടത്ത് മാത്രല്ലേ എനിക്ക് പെട്ടെന്ന്. രേണു ചേച്ചിയുടെ എന്താ ലാലേട്ടൻ വരുമ്പോഴത്തേക്കും അങ്ങനെ പ്രത്യേകിച്ചല്ല. എൻ്റെ ഋതപ്പന് വേണ്ടിയിട്ടാണ് ലാലേട്ടൻ ഞാൻ ജീവിക്കുന്നത്. ഞാൻ ശരിയാണ്, എന്നെ അങ്ങനെ പറഞ്ഞോട്ടെ, കുഴപ്പമൊന്നുമില്ല. ഞാൻ ഉരുകുവായിരുന്നു. അക്ബർ എന്നെ പറഞ്ഞപ്പോൾ ഞാൻ ഉരുകുക. ലാലേട്ട, ഞാൻ അത്രയ്ക്ക് മോശപ്പെട്ട സ്ത്രീയാണോ ലാലേട്ട? ഞാൻ ഉരുകുവാടാ, ലാലേട്ട. ആ ഒരു സാധനം ഉരുകലാണ് രേണു ചേച്ചി. ഉരുകി അങ്ങോട്ട് തീർന്നു രേണു ചേച്ചി. അതൊക്കെ അവിടെ കഴിഞ്ഞു. എവിടെ എന്റെ കാർഡ്? കോഫിയും കുടിച്ചോട്ടോ. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഓക്കെ, ബിഗ് ബോസ് ഷോ വഴി ഒരു ആത്മമിത്രത്തെ ജീവിതത്തിൽ കിട്ടിയോ? കിട്ടി. ഞാൻ പറഞ്ഞത് ആരാണ്? ഒന്നോ രണ്ടോ മൂന്നോ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഞാൻ പറയാം. ഒന്ന് ബിന്നി, ഡോക്ടർ ബിന്നി, പിന്നെ ബിന്നിയുടെ ഒരേ ഒരു ഭർത്താവ് നൂബ്ലിൻ, പിന്നെ അക്ബർ. പിന്നെ എനിക്ക് ആത്മബന്ധം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങോട്ടേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇവരെയാണ് ഞാൻ കൂടുതലും കാണുന്നത്. അപ്പം ഇവര് 3 പേരാണ് എനിക്ക് ഇപ്പം നിലവിൽ
കട്ട ഫ്രണ്ട്സ് ആണ്. ഓക്കെ, അപ്പം ഞങ്ങൾ അതുകൊണ്ട് ഇപ്പൊ നെവിനെ ലൈവ് ആയിട്ട് ഒരു ടാസ്ക് തരാൻ പോവാണ്. നെവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിന്നിനെ ഒരുപാട് ഇഷ്ടമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയാണ് നമുക്ക് ഇപ്പൊ ലൈവ് ആയിട്ട് ബിന്നിനെ വിളിക്കുന്നു. എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ബിന്നിനെ പ്രാങ്ക് ചെയ്യിപ്പിക്കണം. ഇന്റർവ്യൂലാന്ന് പറയരുത്, പറയാതെ പ്രാങ്ക് ചെയ്യണം. ഇനിയിപ്പോ ഇവിടുന്ന് എന്ത് പറഞ്ഞാല് ചെയ്തല്ലേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഏറി കയറ്റത്തില്ലേ? അതെ, ഇപ്പൊ തന്നെ വിളിക്കാം. ബിന്നിനെ കിട്ടില്ലെങ്കിൽ ഞാൻ ഊബ്ലിനെ വിളിക്കും. ശരി, സ്പീക്കറിൽ ഇടണം കേട്ടോ. ഇടാലോ, അതിനെന്താ. കറക്റ്റ്. അല്ലെങ്കിൽ ദയവായി അല്പസമയത്തിന് ശേഷം വീണ്ടും വിളിക്കുക. आपने जिस व्यक्ति को कॉल किया है वो अभी दूसरे कॉल पर व्यस्त. എന്താടാ ഞാനൊരു കാര്യം ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു വിളിച്ചത്. ഞാനേ ഇപ്പൊ ഒരു കാര്യം അറിഞ്ഞായിരുന്നു. നല്ല ബിഗ് ബോസിൽ വെച്ച് നടന്നൊരു കാര്യമാണ്. പക്ഷെ അത് വേറൊരു ഫ്രണ്ട് വഴിയായിട്ട് ഞാനിപ്പോൾ അറിഞ്ഞത്. അത് തനിക്ക് ബിഗ് ബോസിൽ വെച്ചിട്ട് പറഞ്ഞാൽ പോരായിരുന്നു ഇങ്ങനെ ഞാനൊരു മഹാകള്ളനാണെന്നുള്ള കാര്യം? താനെന്തിനാ അത് നേരിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ പക്ഷെ അതുകൊണ്ടല്ല ഞാൻ പക്ഷെ കേൾക്കാൻ പറ്റാത്ത ഒരാളുടെ അടുത്ത് നിന്നാണ് കേട്ടത്. ഇപ്പൊ താൻ എന്നെ കള്ളാന്ന് വിളിക്കുന്നതും വേറൊരാളുടെ അടുത്ത് ഞാൻ കള്ളനാണ്, മഹാലംബനാണ്, എന്താ പറയാ, പറഞ്ഞ വാക്കിന് വിലയില്ലാത്തവനാണ്, അവൻ വെറുതെ ആണ്, ബിന്നിയുടെ ഫെയിം കണ്ടിട്ടാണ് ഞാൻ പുറകെ നടക്കുന്നതൊക്കെ താൻ പറഞ്ഞില്ലേ? പറഞ്ഞോ? ഞാൻ ഇവര് പറഞ്ഞൊന്നും പറഞ്ഞ എന്റെ അടുത്ത് വരരുത്. ഞാൻ എന്റെ ഫെയിം കണ്ടിട്ട് നീ വരുന്നുള്ള ഒരു സെന്റൻസ് ഞാൻ എനിക്ക് സത്യം നീ പറയുന്ന സാധനം ഞാൻ ഇപ്പൊ സ്പോട്ടിൽ വാങ്ങിത്തരും. ഐഫോൺ 17 Pro Max വാങ്ങിച്ചു തരോ? പ്രൂവ് ചെയ്താല്. ഞാനൊരു കാര്യം പറയട്ടെ. എടാ മണ്ടാ, തിരിച്ചല്ലേടാ പറഞ്ഞത്. നിന്റെ ഇത് കണ്ടിട്ട് ഞാൻ നിന്റെ കൂടെ പോകുന്നു, കോമ്പോ പിടിക്കരുത് നിന്നോടല്ലേടാ പറഞ്ഞത്. നീ ഇപ്പൊ തിരിച്ചാടാ. അതുകൊണ്ടല്ല, എനിക്ക് എന്റെ ഹൃദയം പൊട്ടിപ്പോയി. അല്ല, ഞാനിക്കത് പറഞ്ഞപ്പോഴത്തേക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിച്ചു. നിങ്ങളുടെ ഒരേ ആരായാലും നമ്മളെ ഇപ്പൊ തമ്മിൽ തല്ലിക്കാൻ വേണ്ടി കള്ളം പറയാൻ മനസ്സുള്ള ഒരാളാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ നീ പറഞ്ഞ കാര്യം പ്രൂവ് ചെയ്യുവാണെങ്കിൽ നീ പറഞ്ഞ കാര്യം ഞാൻ ഇപ്പൊ വാങ്ങിത്തരും. ആ ആളോട് പറയാതെ പ്രൂവ് ചെയ്യാൻ പറ. ഞാനുണ്ടല്ലോ, ബിന്നി ചേച്ചിക്ക് അറിയാവോ, ഞാൻ ഇന്നലെ ഒരു പോള ഞാൻ കണ്ണടച്ചിട്ടില്ല. ഞാൻ ഇത് ആലോചിച്ചിട്ട് ഞാൻ എന്തൊക്കെയോ തിന്നു, ഞാൻ എന്തൊക്കെയോ ആരെടുത്തൊക്കെയോ പിച്ചുമ്പയും പറയുന്നത്. ഇപ്പോഴും പിച്ചുമ്പയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിളിച്ചൂടെ? നീ എന്തിന് ഇത്രയും ഇതാക്കണം? എടാ ഞാൻ പറയാം, നിന്നെ ആകെ എനിക്ക് അരിശം വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് നീ വൈൽഡ് കാർഡ് വന്നപ്പോ നീ അവരുടെ അടുത്ത് കാണിച്ചപ്പം ഞാൻ നിന്റെ കുറെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നോമിനേറ്റും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പോയി പറഞ്ഞിട്ടുണ്ട് നെവിൻ ഇങ്ങനെ കാണിക്കും. ഞാൻ പ്രതീക്ഷിച്ചില്ല അവൻ ആള് മാറി. അവൻ അവരെ കണ്ടപ്പോ അപ്പ കാണാൻ അപ്പാതെ കാണിച്ചു നോമിനേറ്റ് ചെയ്യും. നീ വേണം അതെടുത്ത് നോക്ക്. അതല്ലാണ്ട് എന്താ ഇപ്പൊ പറഞ്ഞ നിന്റെ ഹലോ തിരിച്ചോണ്ടിരിക്കുന്ന അപ്പൊ പ്രാങ്കത് കരയുന്നോ? കരയുന്നാ നീ? അല്ല, ഞാൻ അത്രയും ഞാൻ എന്റെ സ്വന്തം ചേച്ചിനെ പോലല്ലേ കണ്ടേക്കുന്നത്. ഇത്രയും പറഞ്ഞത് ആരുടെ നിന്റെ അങ്ങനെ പറഞ്ഞേ? ഞാൻ ആളുടെ ഫോൺ നമ്പറൊക്കെ ഞാൻ സെൻഡ് ചെയ്ത് തരാം. ആര് പറഞ്ഞത്? അങ്ങനെ ആര് പറഞ്ഞാലും അത് കള്ളത്തരാണ്. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞ ആ ഒരു വീക്ക് മാത്രം എനിക്ക് നിന്റെ ഒരു ടെൻഷൻ തോന്നിയിട്ടുള്ളൂ. അല്ലാതെ ഞാൻ നിന്നെ പറ്റി ഈവൻ ഈ പറഞ്ഞ ഒരു ഡയലോഗ് ഞാൻ പറഞ്ഞിട്ട് പോലും ഇല്ല. എന്റെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പൂച്ചകളെക്കാട്ടി എനിക്ക് ഇഷ്ടമാണ് ബിന്നിനെ, അതറിയോ? ഇത് ചിരിക്കുന്ന കഥയാണല്ലോ. അവന്റെ പൂച്ചകളെക്കാട്ടിലും ഇഷ്ടം എന്നെ എന്ന് പറഞ്ഞ് കരയുന്നത്. ഞാൻ പറഞ്ഞ ആള് എന്റെ ഫ്രണ്ട് കൊടുക്ക ഞാൻ കൊടുക്കാം. ബിന്നി, ഇത് ബിന്നി ചുമ്മാ പ്രാങ്ക് ചെയ്യിക്കാൻ വിളിച്ചതാണ്. മൈൽ സ്റ്റോണിൽ നിന്നാണ്. ഞാൻ രമ്യാണ്. ഈ അപ്പൂസ് പറഞ്ഞിട്ട് പ്രാങ്ക് ചെയ്യിച്ചിട്ട് ഈ നെവിന്റെ അടുത്ത് ചുമ്മാ വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താട്ടാ. എനിക്ക് കുറച്ചുകൂടെ കൂട്ടി പറയായിരുന്നു. ചെയ്യുന്നല്ലേ എല്ലാരും പറയുന്നത്. ആണോ? അത് പ്രൂവ് ചെയ്യാൻ കിട്ടിയ ടൈമായിരുന്നു. എനിവേ അപ്പൂസിന് ഇത്രേ അത് ഏഷണി ഉണ്ടാക്കാൻ പറ്റിയുള്ളൂ. ഇത്ര ഏഷണി അപ്പൂസിന് പറ്റിയുള്ളൂ. അതാണ് അതല്ലോ. അതായത്
ഇവൻ പറഞ്ഞ് പൂച്ചകളെക്കാട്ടിലും ഇഷ്ടം എന്നെയാന്ന് പറഞ്ഞപ്പോ എനിക്ക് ചിരി വന്നു. ചിരി വന്നു, ഞങ്ങൾ കേട്ടുകൂടാ ചിരി. നെവിൻ കരഞ്ഞതും. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം നല്ല വിശേഷം. ഞാൻ ചെന്നൈയിലാണ്, കറങ്ങി നടക്കുന്നു, ആഹാ, കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട്. എന്നാൽ അപ്പൂസിനുള്ളതും നെവിനുള്ളതും എടി എടി, അപ്പൊ നീ എന്നെ കൂട്ടാണ്ട് ചെന്നൈക്ക് പോയല്ലേ? എന്തിനാ പോയത്? നിന്റെ പൂച്ചകളെക്കാട്ടിലും ഇഷ്ടമാണല്ലേ എന്നെ? ഒരു കമ്പാരിസൺ ഇങ്ങനെയൊക്കെയാണല്ലേ നീ എന്നെ പറ്റി കമ്പയർ ചെയ്യുന്നത്? ഇഷ്ടാ? അല്ല ഞാൻ പറയട്ടെ, എന്തിനാ ചെന്നൈക്ക് പോയത്? അതൊക്കെ ഞാൻ പറയാം, വഴിയേ പറയാം. സ്ത്രീയെ സത്യം പറ എന്നോട്. സത്യം പറയാം, പക്ഷെ ഇപ്പൊ നീ അവിടെ ഇരിക്കുകയല്ലേ, ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പ്രൈവറ്റ് ആയിട്ട് വിളിച്ചിട്ട് പറയാം എന്തിനാ വന്നെന്ന്. അത് റിലീവ് സൂൺ ഒരു സംഭവം വരുന്നുണ്ട്, അതിന്റെ ഭാഗമായിട്ടാണ്. എന്നെ കൂട്ടാണ്ട് നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ശപിക്കും, ഞാൻ ഊരി എറിയിക്കാം. വേണ്ട വേണ്ട, നിന്റെ പ്രാങ്ക് എന്തോന്ന് കരച്ചിലടാ കരയുന്നത്, ഒരു ആത്മാർത്ഥത ഇല്ലാത്ത കരച്ചില്. ഓക്കെ, പിന്നെ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ വിൽക്കാട്ടാ. ഓക്കെ, ബൈ. ആയിക്കോട്ടെ, ബൈ. ചീറ്റിപ്പോയി, സന്തോഷായില്ലേ നിങ്ങൾക്ക്? ചീറ്റിപ്പോയി. ശേ, സത്യം എനിക്ക് അഭിനയിക്കാൻ അറിയില്ല. അറിയില്ല. എനിക്ക് പക്ഷെ നിങ്ങളല്ലേ അഭിനയിച്ച് ജീവിക്കുന്നവര്. ഞാനോ? ആ, ഞാനിവിടെ അഭിനയിക്കൊന്നുമല്ല, ഞാനിവിടെ ജീവിക്കുക നോർമൽ ആയിട്ട് തന്നെ ഇരിക്കണേ. കണ്ടാലും പറയും. ആ പിന്നെ എന്റെ കാർഡ് എടുത്തേ, എന്റെ ചോദ്യം പിടിച്ചേ. ഉം. ആ എന്തായാലും വിശ്വസിച്ചു. പിന്നെ ആദ്യം കരഞ്ഞു വിചാരിച്ചു. ആ പൂച്ചകളുടെ കമ്പാരിസൺ വന്നപ്പോഴത്തേക്കാണ് അതാണ് അവള് ചിരി വന്നത്. അവിടെയാണ് പെട്ടുപോയത്. എനിക്ക് മനുഷ്യന്മാരെക്കാട്ടി ഇഷ്ടം പൂച്ചകളെയാണല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ കമ്പാരിസൺ ചെയ്തത്. അവിടെയാണ് വിട്ടുപോയത്. കുഴപ്പമില്ല. കുറച്ചും കൂടെ കൂട്ടി പറയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അഭിനയിക്കാൻ ഈ അറിയില്ല. അപ്പൂസിന് കയ്യിൽ വലിയ പോകും എനിക്ക്. കൂടുതലായിട്ട് എരുതിയിൽ എണ്ണ ഒഴിക്കാനൊന്നും അറിയില്ല. അതാണ് പഠിപ്പിച്ചു തരും, ദേമി ചേച്ചി അടുത്തേക്ക് ചെന്നോട്ടാ. എടാ മോനെ. ആ ശരി ശരി. ഇൻട്രസ്റ്റ് കൂടി വന്നു. ഓക്കെ, ഹൗസിൽ ക്രിഞ്ച് മൊമെന്റ് ഉണ്ടായിട്ടുണ്ട്. ഉണ്ടായിട്ടുണ്ടല്ലോ. നെവിന് ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്താ, എപ്പോഴാ, എന്ത് എപ്പോഴും കണ്ടപ്പോഴാ? എല്ലാം ക്രിഞ്ചാന്ന് തോന്നുന്നു. എങ്ങനെയാ? അതായത് എന്താ പറയാ, സ്ഥിരം എന്നെ നോക്കിക്കൊണ്ടിട്ട് ആ നമ്മളുടെ സ്പൈക്കുട്ടൻ ഉണ്ടല്ലോ, അതെനിക്ക് ക്രിഞ്ചായിട്ട് തോന്നി. എന്താണെങ്കിലും ഞാൻ കട്ടെടുക്കും. എന്തിനാ വെറുതെ വന്നിട്ട് എന്നെ പിടിച്ചുകൊണ്ട് പോകേണ്ട ആവശ്യം? അപ്പൊ യെസ്, ഓഫ് കോഴ്സ് തോന്നിയിട്ടുണ്ട്. എനിക്ക് വരുന്ന കാണുമ്പോ തന്നെ ആദ്യമൊക്കെ എനിക്ക് സ്നേഹമുണ്ട്, പിന്നെ വരുന്നുണ്ട് എന്നെ പിടിക്കാൻ വേണ്ടിട്ട്. വരുമ്പോ തന്നെ അവൻ എനിക്ക് പണിയാ വരുന്നത്. അതെ അതെ അതെ, 1 2 3 പ്രാവശ്യം, പിന്നെ എല്ലാ ആഴ്ചയും ആന്റലും വരും, എടുത്തു കൊടുത്തേക്കാന്നുള്ള രീതിയിൽ. യെസ്. ഓക്കെ, ബിഗ് ബോസിന് ശേഷം ഈഗോ ഹേർട്ട് ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് ബിഗ് ബോസിന് ശേഷം ഈഗോ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, നോ നോ, നോ, ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ഇവിടെ ഇല്ല എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ വലിച്ചു കീറത്തില്ലേ, എനിക്ക് കിട്ടിയ അവസരമല്ല. ഇല്ല ഉണ്ടായിട്ടില്ല. ഓക്കെ, ബിഗ് ബോസ് സീസൺ 7 വിന്നർ PR കൊണ്ടാണ് വിജയിച്ചത് എന്ന് വിശ്വസിക്കുന്നു. ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ വിന്നർ വോട്ട് കിട്ടിയതുകൊണ്ടാ ജയിച്ചത്, PR കൊണ്ടല്ല. അതെന്തോ ആയിക്കോട്ടെ, ആൻസർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ കാണിച്ചു തന്നാല്. യെസ്, വോട്ട് PR കൊണ്ടാണ് വിജയിച്ചത്. മേ ബി PR കൊണ്ടായിരിക്കാം, ചിലപ്പം അല്ലാതായിരിക്കാം. ജനങ്ങളില് കുത്തണോ ഫോൺ എടുത്തിട്ട് എന്ത് കണ്ടിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവർക്കും PR ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഫോൺ എടുത്തിട്ട് ഹോട്ട്സ്റ്റാറിൽ ഇങ്ങനെ ക്ലിങ് 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 സാധനം ആ വിരലുകൾ വെച്ചിട്ട് കുത്തണമല്ലോ. അത് ജനങ്ങളാണോ കുത്തിയത്? അപ്പൊ പിന്നെ ഉറപ്പായിട്ടും ജനങ്ങളാണോ വിജയിപ്പിച്ചത്? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പം യെസ്. ഓക്കെ, ഇനി PR ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഫസ്റ്റ് പ്രൈസ് അടിച്ചേനെ. PR ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യെസ്. എനിക്ക് അതിലെനിക്ക് കോൺഫിഡന്റ് ഉണ്ട്. ഞാൻ വീട് വിറ്റിട്ടാണെങ്കിൽ ഇപ്പൊ ബിഗ് ബോസിന് ശേഷം പുറത്തിറങ്ങിയപ്പോ എന്റെ കസിൻസ് ഒക്കെ പറയാണ്, ഇത് അറിഞ്ഞിരുന്ന വെച്ചെങ്കിൽ നമുക്ക് നമ്മളുടെ വീട് ഒക്കെ ഒന്ന് ലോൺ എടുത്തിട്ടാണെങ്കിൽ നമുക്ക് PR വെക്കായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചായിരുന്നു ടീന, എന്റെ ഫസ്റ്റ് കസിൻ. അപ്പൊ സമ്മതിച്ചു നെവിൻ, PR കൊണ്ട് തന്നെയാണ് വിന്നർ ജയിച്ചിരിക്കുന്നത്. അല്ല ഞാൻ പറയട്ടെ, PR എന്ന് പറയുന്ന സാധനം നമ്മളുടെ അതിന്റെ ഉള്ളിലേക്കുള്ള സാധനങ്ങൾ സ്പ്രെഡ് ചെയ്യാന്നുള്ളതാണ്. ശരിയാണോ? എനിക്ക് അങ്ങനെ സ്പ്രെഡിങ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് മേ ബി അറ്റ്ലീസ്റ്റ് ഞാൻ മറ്റേ 5th പൊസിഷനിൽ എത്തിയോ 3rd റണ്ണറപ്പ് ആയോ, PR കൊണ്ടായിരിക്കാം. എന്താണെങ്കിലും ഇനിയുള്ള ബിഗ് ബോസിൽ PR എന്താണെങ്കിലും അല്ലെങ്കിൽ പിന്നെ വോട്ടിംഗ് സാധനം നിർത്തേണ്ടി വരും. ഹോട്ട്സ്റ്റാറിലുള്ള വോട്ടിംഗ് സാധനം ഉണ്ടല്ലോ,
അപ്പൊ പി ആർ ഉണ്ടാവില്ല. ഉണ്ടാവില്ല. ഓക്കെ, Of അപ്പൊ course. പി ആർ ഉള്ളതുകൊണ്ട് തന്നെയാണ് നെവിൻ ജയിച്ചതും പി ആർ കൊണ്ട് തന്നെയാണ്. അത് ഉത്തരം പറയാൻ അങ്ങനെയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്, ആളല്ല. അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞത്. അത് പറഞ്ഞുണ്ടാക്കിക്കോളൂ, എനിക്ക് പ്രശ്നമില്ല. ആ മേ ബി വോട്ട് കൊണ്ട് ജയിച്ചു. ഇപ്പം എനിക്ക് പി ആർ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കട്ടെ. ഓക്കെ, ചിലപ്പോ ഞാൻ ജയിച്ചേനെ. ജയിച്ചേനെ. ആൻസർ ഈസ് ചിലപ്പോ ഡിപ്ലോമാറ്റിക് ആയിരിക്കാം. Yes, maybe ക്ലിയർ ആയിരിക്കാം. ആയിട്ട് പറഞ്ഞു തന്നു. ജയിച്ചല്ലോ, ഇനിയിപ്പോ ഞാൻ അതിനെന്തിനാ കയറിയിട്ട് എന്തിനാ? നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വീണ്ടും ഞാൻ ബാക്ക് നോർമൽ ആകും, കാല് താഴ്ത്തോട്ട് ഇടും. ഇടട്ടെ ഞാൻ. നിങ്ങൾ കാലാട്ടിക്കൊണ്ടിരിക്കൂ. ഇടട്ടെ. കാലാട്ടിക്കൊണ്ടിരിക്കൂ. ഓക്കെ. ലാലേട്ടൻ വഴക്ക് പറയണമെന്ന് ആഗ്രഹിച്ച കണ്ടസ്റ്റന്റ് ആണ് നെവിൻ. ആണോ? അതെന്തുകൊണ്ടാ ലാലേട്ടൻ വഴക്ക് പറയണമെന്ന് ആഗ്രഹിച്ചേ? ലാലേട്ടന്റെ അടുത്തുനിന്ന് വഴക്ക് കിട്ടുന്നത് പോലും ഈ ലോകത്ത് എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ലാലേട്ടന്റെ അടുത്തുനിന്ന് വഴക്ക് കിട്ടാൻ വേണ്ടിട്ട്. അറ്റ്ലീസ്റ്റ് വഴക്കെങ്കിലും കിട്ടുന്നത് തന്നെ വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. യെസ്, ലാലേട്ടന്റെ മനസ്സിൽ ഒരു സ്ഥാനം പിടിച്ചു പറ്റുക, ലാലേട്ടൻ നമ്മളെ കുറിച്ച് മാത്രം കുറച്ച് സമയം സംസാരിക്കുക അല്ലേ, അതിനു വേണ്ടിയിട്ട്. ഞാൻ എന്ത് കാണിച്ചു കൂട്ടുന്നൊക്കെ അതിനുശേഷം അത് ലാലേട്ടനെ കണ്ടോ? പകൽ വെളിച്ചം പോലെ സത്യമാണ്. അറ്റ്ലീസ്റ്റ് വഴക്ക് പറയാനായിട്ടെങ്കിലും ലാലേട്ടൻ എന്റെ അടുത്ത് കുറച്ചു നേരം ഇന്ററാക്ട് ചെയ്യണം എന്നുള്ള ഒരു സാധനമൊക്കെ എന്റെ അടുത്ത് ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതിനുശേഷം കണ്ടോ ലാലേട്ടൻ എപ്പോഴെങ്കിലും? ലാലേട്ടനെ പല സമയങ്ങളിൽ ഞാൻ കാണാനായിട്ട് ശ്രമിച്ചു, പക്ഷെ കാണാൻ പറ്റിയില്ല. പിന്നെ ലാലേട്ടന്റെ അമ്മ മരിക്കുന്നതിന് മുന്നേ ഞാൻ അമ്മേനെ ചെന്ന് കണ്ടായിരുന്നു. പിന്നെ മരിച്ചതിന് ശേഷം എനിക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല, ഞാൻ വേറൊരു സ്ഥലത്തായിരുന്നു. ഓക്കെ, ബിഗ് ബോസിന് ശേഷം ഫിനാൻഷ്യലി സെറ്റിലായി. യെസ്. ഇനോഗ്രേഷൻ ആണോ മെയിൻ ഇൻകം ഇപ്പോ? ഇനാഗ്രേഷൻ, ബ്രാൻഡ് പ്രൊമോഷൻ, പിന്നെ ഞാൻ കാർ എടുത്തു. ഏത് കാറ്? ബലേനോ ആൽഫ. ചുവപ്പ് കാർ, എന്റെ ചുവന്ന കാർ. ചുവന്ന കാറിലാണ് ഇപ്പൊ വന്നത്. അതെ. ഓക്കെ. ബിഗ് ബോസിന് ശേഷം പണ്ട് നമുക്ക് ചില വില തരാത്ത ആൾക്കാർ ഇതിനു ശേഷം അടുക്കാനായിട്ട് ശ്രമിച്ചു. തീർച്ചയായിട്ടും. യെസ്. ആണോ? ഓഫ് കോഴ്സ്. ആരാത്? ഞാൻ പേരൊന്നും പറഞ്ഞ എനിക്ക് ഞാൻ അവസരങ്ങൾ ചോദിച്ച വ്യക്തികള് ഇന്ന് അവസരങ്ങളായിട്ട് എന്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് അത് നെവിൻ സ്വീകരിച്ചോ അതോ റിജക്ട് ചെയ്തോ? ഞാൻ ഓഫ് കോഴ്സ് അവസരങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഞാൻ ബിഗ് ബോസിൽ പോയത്. അപ്പൊ ഞാന് അന്ന് ഞാൻ ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരുന്നു. ഇന്ന് ഞാൻ പറഞ്ഞു ഇന്ന് എനിക്കൊരു വാല്യൂ ഉണ്ടല്ലോ, അപ്പൊ ഞാൻ എന്റെ ഒരു വാല്യൂ പറഞ്ഞു. പൈസ. അങ്ങനെ എല്ലാവരുടെയും ഒരു ധാരണയുണ്ട് നെവിൻ പൈസ ഇങ്ങനെ പല യൂട്യൂബേഴ്സും പറയുന്നുണ്ട്, എന്താണ് വളച്ചൊടിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ബിഗ് ബോസിൽ ചെന്നത് എനിക്ക് എന്റെ ലൈഫ് സ്റ്റൈൽ മാറ്റാൻ വേണ്ടിയിട്ടാണ്. അതിന് പൈസ വേണം. യെസ്. ഓക്കെ. ലാസ്റ്റ് ആണ് കേട്ടോ ഈ ഒരു സെഗ്മെന്റിൽ. നെവിൻ കരയുന്നത് നെവിൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഞാൻ കരയുന്നതോ? ബിഗ് ബോസ് റിലേറ്റഡ് ടു ബിഗ് ബോസ് ആണ്. ജീവിതത്തിൽ ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. യെസ്. ഉറപ്പാണ്. ഉറപ്പാണ്. ആണല്ലേ? ഓക്കെ.